ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവ് ആണ്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ട്രെൻഡാണ്. അമേരിക്കയിൽ ഇന്നലെ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വളരെ ജൂബിലൻ്റ് ആണ്. സെപ്റ്റംബറിൽ തന്നെ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് തുടങ്ങുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് റാലി ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 162 പോയിൻറ്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ S&P 500 33.9 പോയിൻറ്റ് ബെറ്റർ ആയിട്ട് 5550.01 ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ക്ലോസിംഗ് ഹൈ ആണ്. റെക്കോർഡ് ഹൈ മിക്കവാറും ഇന്നോ നാളേക്ക് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ്. S&P 500 നാസ്ഡാക്കും അതുപോലെ തന്നെ റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ്. 1,029.18 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിക്സ് സൂചിപ്പിക്കുന്നത് 12.03 സൂചിപ്പിക്കുന്നത് വീണ്ടും പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഒപ്പം പല സ്റ്റോക്കുകളും പുതിയ 52 വീക്ക് ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.41 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആപ്പിൾ ബെറ്റർ ആയിരിക്കണം. ആമസോൺ ആദ്യമായിട്ട് $200 പെർ ഷെയർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ആമസോണിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്ലയാണ് മറ്റൊരു സ്റ്റോക്ക് 10% റാലി ചെയ്തിട്ടുള്ളത്. Q2 ഉള്ള അതായത് ജൂൺ 30 അവസാനിക്കുമ്പോഴുള്ള ടെസ്ലയുടെ EV സെയിൽസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണെന്നാണ് റിപ്പോർട്ട്. ടെസ്ലയുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എല്ലാ അനലിസ്റ്റുകളും $300-320 പെർ ഷെയറിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ടെസ്ലേനെ സംബന്ധിച്ച് ഇന്നലെ നല്ല യൂസായിരുന്നു. $231.26 പെർ ഷെയറിനാണ് ഇന്നലെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 10% മേലെയാണ്. ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് മാറ്റിവെച്ച് യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്സഡ് ട്രെൻഡായിരുന്നു ഇന്നലെ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡൊക്കെ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും മുന്നേറാണ്. $2,340 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള അയൺ ഓറാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ NMDC പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ് അയൺ ഓറിൻ്റെ പ്രൈസ് റൈസ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകളും അതുപോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം JP മോർഗൻ ഇൻഡെക്സിൽ നമ്മുടെ സോവറിൻ ബോണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാങ്കിങ് സെക്ടറിന് വളരെ പോസിറ്റീവ് ആണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ് ബാങ്കിങ് സ്റ്റോക്കുകൾ മുന്നേറാന്നുള്ളത്. ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുള്ളൊരു പ്രതീതിയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ ടോപ്പ് റൺ ബാങ്കിങ് സ്റ്റോക്കുകൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. ഒപ്പം PSU ബാങ്കുകളുണ്ട്, SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് കുറേ ദിവസങ്ങളായിട്ടൊരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. റിലയൻസ് കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണിച്ചിട്ടുള്ളത്. വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം നമ്മൾ ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ L&T അരാംകോയിൽ നിന്ന് 35,000 കോടി രൂപ വരെ ഓർഡർ ലഭിച്ചതിൽ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ RVNL 132.59 കോടി രൂപ വരെ ഓർഡർ ലഭിക്കുകയാണ്. KEC ഇന്റർനാഷണൽ 1,017 കോടി രൂപ വരെ ഓർഡർ ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ്. അഡാനി പവർ വലിയ രീതിയിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് പോവുകയാണ്. ഇപ്പോൾ 15.25 ഗിഗാവാട്ടാണ്. അത് 30 ഗിഗാവാട്ടായിട്ട് 2030 മുമ്പ് ഉയർത്താനുള്ള നീക്കത്തിലാണ്. നമ്മൾ ഫണ്ടമെൻ്റൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഡാനി പവർ അണ്ടർ പ്രൈസറാണ്. മറ്റ് പവർ കമ്പനികളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ അഡാനി പവർ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം റിന്യൂവബിൾ എനർജി രംഗത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ പവർ കമ്പനികളും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പല ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകളും ബഡ്ജറ്റിൽ വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുന്നേറാനുള്ള ചാൻസാണ്. നമ്മൾ നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി 24,400 ആ ലെവലിലേക്കൊക്കെ വരാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബയാസ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് റെക്കമെൻഡഡ് പ്രൈസേക്കാളും താഴെയുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും.
ഇന്ന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനായിട്ടൊരു ഡെലിവറി ബൈ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ട്രേഡിംഗ് ടെർമിനൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.